നമ്മൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ചെയ്യുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വാട്ടുന്ന ആ ഒരു രീതിയിൽ കുറച്ചൊരു വ്യത്യസ്തതയുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 3 പീസ് വൈറ്റ് ബ്രെഡാണ് വേണ്ടത്. ഈ ബ്രെഡിനെ നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ബ്രെഡ് ഫ്രിഡ്ജിലിരുന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മുറിച്ചെടുക്കാൻ. ഫ്രിഡ്ജിലിരുന്ന് തണുത്തിരിക്കുന്ന ബ്രെഡ് ആണെങ്കിൽ ഇതുപോലെ നീളത്തിലൊക്കെ കട്ട് അല്ലെങ്കിൽ പറ്റും, അങ്ങനെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 2 അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ മണക്കൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കളർ കിട്ടാനാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, വെറുതെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയൊരു യെല്ലോ കളർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ നന്നായി മിക്സ് ആവുന്ന വരെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ സാധാരണ പശുവിന് പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിപ്പോൾ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3-4 ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ബ്രെഡ് ക്രംസ് കൂടെ വേണം. ഒരു 2-3 പീസ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ സാധാരണ എടുക്കുന്ന ബ്രെഡ് ക്രംസ് പോലെ തന്നെ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നീളത്തിലുള്ള ബ്രെഡിൻ്റെ പീസ് ഈ മുട്ടയുടെ മിക്സിൽ ഒന്നങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ്, അതായത് ബ്രെഡ് വാട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ മുട്ടയുടെ മിക്സിൽ അങ്ങ് മുക്കിയിട്ട് ഗീരിട്ടിട്ട് അങ്ങ് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട. ഒരു ബാച്ച് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് ഒരു 4-5 ഒന്നിച്ച് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 4 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഓയിൽ വേണ്ട, എന്നാലൊരു ഇത്തിരി ഓയിൽ. ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ബ്രെഡ് പീസ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം അത് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി, അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര തീ കൂട്ടി വെക്കണ്ട, കാരണം ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 ഭാഗവും കറക്റ്റ് ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കാം. ഇങ്ങനെ തന്നെ നമ്മുടെ 2 ബാച്ചും ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഓയിലിൽ അങ്ങനെ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടാവുന്ന സമയത്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു 3-4 പീസ് ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റാണ്, നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്താലും ടേസ്റ്റാണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം ചെയ്ത് വെച്ചാൽ നല്ലൊരു ക്രിസ്പി ആയിരിക്കും. ഇത് അത്രയ്ക്ക് ക്രിസ്പി അല്ല, എന്നാലും കുഴപ്പമില്ല. ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് കാണാനും കഴിക്കാനും ആയിട്ട് ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് വാട്ടിയെടുക്കാമെന്ന് പറയുമല്ലോ ഫ്രഞ്ച് ടോസ്റ്റ്, അത് തന്നെയാണ് ചെയ്യുന്നത്. അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൂടെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതിനുള്ള വ്യത്യാസമുള്ളൂ. പക്ഷേ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും. അപ്പോൾ ഒരു പുതുമയുള്ള സ്നാക്കൊക്കെ നമുക്കൊരു ഗസ്റ്റിനൊക്കെ വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്